very style of their dining. And I think if their eating etiquettes are this beautiful, how magnificent will be their faith. അവര് ഭക്ഷണം കഴിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ആ വീട്ടിലെ മുസ്ലിമീങ്ങളായ കുഞ്ഞുങ്ങൾ, ആ വീട്ടുകാർ അച്ചടക്കത്തോടുകൂടെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത്, ബിസ്മി ചൊല്ലി കഴിക്കുന്നത്, ഉമ്മയും വാപ്പയും മക്കളോട് കൈ കഴുകാൻ വേണ്ടി പറഞ്ഞത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ്, ഈ ഭക്ഷണം ഞങ്ങൾക്ക് എത്തിച്ചു തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി, ഈ ഭക്ഷണം ഇനി ദഹിപ്പിക്കാൻ പോകുന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി, ഈ ഭക്ഷണം ഞങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യമായ പോഷണങ്ങൾക്ക് എടുക്കുകയും അതിന്റെ വിസർജ്യം എക്സ്ക്രീഷനായി പുറത്തു കളയുകയും ചെയ്യുന്ന അല്ലാഹുവേ ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി എന്ന് പറയുന്ന അവരുടെ ആ ഈറ്റിംഗ് എറ്റിക്കറ്റ്സ്, ഈ ഭക്ഷണത്തിന്റെ മര്യാദ കണ്ടപ്പോൾ എന്തൊരു മനോഹരം. ഞാൻ ചിന്തിച്ചു പോയി, എങ്കിൽ ഇവരുടെ വിശ്വാസം ഇതിലേറെ എത്ര മനോഹരമായിരിക്കും. ഞാൻ അതുകൊണ്ട് മുസ്ലിം ആവുകയാണ്. അദ്ദേഹം കലിമ ചൊല്ലി വിശ്വാസിയായി. ഈ ഒരു ചരിത്രത്തെ നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് 21-ാം നൂറ്റാണ്ടിൽ നടന്ന മറ്റൊരു ചരിത്ര സംഭവവുമായി. അത് ഉദ്ധരിച്ചത് ലോകപ്രശസ്തനായ ഖുർആൻ പണ്ഡിതനുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് റാത്തിബ് അൻ-നാബുലുസി. ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനമുണ്ട്, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട്. വലിയ ലോകപ്രശസ്തനായ ഒരു ദാഇയാണ്, പ്രബോധകനാണ്. ബഹുമാനപ്പെട്ടവർ അവരുടെ ദർസിനിടയിൽ പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മക്കൾ കാനഡയിൽ സ്ഥിരതാമസക്കാരാണ്, മുസ്ലിമീങ്ങളാണ്. അവര് ബൈ ബർത്ത് സിറിയൻസ്, പക്ഷേ അവരുടെ നാഷണാലിറ്റിയും പാസ്പോർട്ടൊക്കെ കനേഡിയൻ. അവിടെ ചെന്നപ്പോ ഈ സുഹൃത്തിന്റെ മകൻ പ്രായപൂർത്തിയായ 18, 19, 20, 22 വയസ്സായപ്പോ വാപ്പയോട് നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, വാപ്പ കല്യാണം കഴിക്കാൻ പ്രായമായല്ലോ, ഞാൻ കല്യാണം കഴിച്ചോട്ടെ? വാപ്പ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ് വിവാഹം. വെറുതെ കണ്ണുകളെ റോഡിലൂടെ പോകുന്നവരിലേക്ക്, മറ്റു മനുഷ്യരിലേക്ക്, മറ്റു പെണ്ണുങ്ങളിലേക്ക് ഒക്കെ കണ്ണുകൾ അയക്കുന്നതിനൊക്കെ കടിഞ്ഞാണിടാൻ വിവാഹം സഹായിക്കുമല്ലോ. മോൻ വിവാഹം ചെയ്തേക്കണം. ഭയങ്കര സ്ട്രിക്ട്ലി റിലീജിയസ് ഫാമിലിയാണ്. അപ്പൊ മോൻ പറഞ്ഞു, വാപ്പ പ്രശ്നം അതല്ല, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അവൾ ക്രിസ്ത്യാനിയാണ്, കനേഡിയൻ, ഒറിജിൻ കനേഡിയനാണ്. അപ്പൊ പറഞ്ഞു, നമുക്ക് പറ്റില്ല മോനെ. അമുസ്ലിമായ ഒരാളെ ജീവിതത്തിലേക്ക് പങ്കാളിയായി ചേർത്താൽ അവർ മുസ്ലിമാവാത്ത കാലത്തോളം അവരുമായുള്ള ശാരീരിക ബന്ധം വ്യഭിചാരത്തിന്റെ കുറ്റമാണ്. എറിഞ്ഞു കൊല്ലണം എന്ന് അല്ലാഹു ശിക്ഷ പറഞ്ഞ കുറ്റമാണത്. ചെയ്തുകൂടാ, നമുക്കത് പാടില്ല. ഇവനാണെങ്കിലോ ഇവളില്ലാതെ ജീവിക്കാൻ വയ്യ. സുഹൃത്തുക്കൾ ചില ഐഡിയകൾ പറഞ്ഞു കൊടുത്തു. നീ വാപ്പയോട് പറയും, ഇവൾ മുസ്ലിം ആവുകയാണെങ്കിൽ പറ്റുമോ? ഇവൻ വിളിച്ചു, വാപ്പ ഇവൾ മുസ്ലിം ആവുകയാണെങ്കിൽ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറഞ്ഞു, ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. മുസ്ലിമായി കഴിഞ്ഞാൽ അവൾ മുസ്ലിമത്താണ്, നിനക്ക് അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും, മുസ്ലിമായതിന്റെ കൂലി അവൾക്കും ലഭിക്കും, അവളുടെ പരലോകം രക്ഷപ്പെടുമല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവളോട് ചോദിച്ചു, നീ മുസ്ലിം ആകുമോ? അവളും പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡിയാണ്, പക്ഷെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. ഇവൾ പഠിക്കാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, അവരെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ അവരത് ശരിക്ക് കലക്കി കുടിച്ചിട്ടേ പുറത്തു വരൂ. ഇവൾ പറഞ്ഞു, എനിക്ക് പഠിക്കണം, പക്ഷേ പഠിക്കണമെങ്കിൽ 4 മാസത്തെ സമയം തരണം. ഈ 4 മാസത്തിനിടക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ തമ്മിൽ ചാറ്റിംഗ് വേണ്ട, നമ്മുടെ FB കോൺടാക്റ്റുകൾ, നമ്മുടെ ട്വിറ്റർ, നമ്മുടെ മറ്റു എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് സ്വന്തമായി ഇസ്ലാമിനൊന്ന് അടുത്തറിഞ്ഞ് പഠിക്കണം, അതിന്റെ സൗകര്യം ചെയ്തു തരണം. അവൻ പറഞ്ഞു, ഓക്കെ. അവൻ ഒരുപാട് സീഡികൾ, അതിന്റെ സോഫ്റ്റ് ആൻഡ് ഹാർഡ് കോപ്പി പുസ്തകങ്ങൾ എല്ലാം, ഇസ്ലാമിനെ പറ്റി അറിയാനുള്ള വെബ്സൈറ്റുകൾ എല്ലാം അവൾക്ക് കൊടുത്തു. അവൾ പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ്. 4 മാസം വരെ ഇവന് മിണ്ടാൻ, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവരുടെ കൂടെ അവൻ ജീവിച്ചിട്ടുണ്ട്. അമേരിക്കക്കാർക്കൊക്കെ ഡേറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്, നമ്മുടെ നാട്ടിലും തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ലാതിരിക്കട്ടെ. പൈശാചികത ലോകത്ത് കൊണ്ടുവരുന്നവരാണ് പശ്ചാത്യന്മാർ. അങ്ങനെയൊക്കെ വഴിപെട്ട് ജീവിച്ചവനാണ് ഇവൻ. പക്ഷെ ഇവള് പറഞ്ഞു, ഞാൻ മുസ്ലിം ആവുകയാണ്. മുസ്ലിം ആവാൻ വേണ്ടി തീരുമാനിച്ചു. 4 മാസം കഴിഞ്ഞപ്പോ അവൾ ഇവന്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം പഠിച്ചു. അവൻ ചോദിച്ചു, എന്ത് തോന്നുന്നു? എനിക്ക് മുസ്ലിം ആവണം.
നീ മാനസികമായി തയ്യാറെടുത്തിട്ട് പറയാണോ? ശരി, willingly I would like to convert to Islam. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിവാഹം നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാമല്ലേ? അവൾ പറഞ്ഞു, വിവാഹത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. എന്ത് വിവാഹത്തിന്റെ കാര്യം ഞാൻ ഇപ്പോൾ തീരുമാനിച്ചില്ല. അതെന്ത്? നീ മുസ്ലിം ആയാൽ എന്നെ കല്യാണം കഴിക്കുന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഞാൻ ഇസ്ലാം പഠിച്ചു നോക്കി. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ومن ابتغى وراء ذلك فأولئك هم العادون. നിങ്ങളുടെ പരിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചു നോക്കുമ്പോൾ പരിശുദ്ധ ഹബീബായ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് നിങ്ങളൊരു മുസ്ലിം അല്ലെന്നാണ്. മുസ്ലിം വ്യഭിചരിക്കാത്തവനാണ്, മുസ്ലിം നുണ പറയാത്തവനാണ്, മുസ്ലിം തോന്നിവാസം ചെയ്യാത്തവനാണ്, മുസ്ലിം ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കാത്തവനാണ്, മുസ്ലിം ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇതൊക്കെ ഞാൻ പഠിച്ചു, ഇസ്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങളിൽ ഞാൻ ഇസ്ലാം കാണുന്നില്ല, നിങ്ങളിൽ ഇസ്ലാം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നത് ഒരു 1-ാം നമ്പർ മുസ്ലിമിനെയാണ്, നിങ്ങളെ അല്ല എന്ന് മുഹമ്മദ് റാത്തിബിൻ അബുൽസയുടെ സുഹൃത്തിന്റെ മകനോട് ഈ പെണ്ണ് പറഞ്ഞതിനെ സംബന്ധിച്ച് ഷെയ്ഖ് പറഞ്ഞത്, he got the shock of his lifetime. ഇതിലും വലിയൊരു ഷോക്കിന് കിട്ടാനില്ലെന്നാണ്. അവൾക്ക് മനസ്സിലായി മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവന്റെ കയ്യിൽ ഇസ്ലാമില്ലെന്ന്. മുസ്ലിമായി ജീവിച്ചൊരു സമൂഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടപ്പോ മുസ്ലിമായ കമാൻഡർ ഇൻ ചീഫ് 1930കളിൽ 21-ാം നൂറ്റാണ്ടിൽ 2005ലേക്ക് എത്തിയപ്പോൾ മുസ്ലിമിന്റെ കോലമിട്ട് നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ, മുസ്ലിം പേര് ധരിച്ചവൻ, മുസ്ലിം ഐഡന്റിറ്റി ഉള്ളവൻ, പക്ഷേ ഇസ്ലാം അവരുടെ കയ്യിലില്ല. എനിക്കിവനെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒരു മുസ്ലിമിനെയാണ് കല്യാണം കഴിക്കുന്നത്, നീ മുസ്ലിം അല്ലടോ എന്ന് തന്റെ ബോയ്ഫ്രണ്ടിനോട് പറയാൻ ധൈര്യം കാണിച്ച ഒരു കനേഡിയൻ പെൺകുട്ടി. നമ്മുടെ പെൺമക്കളും ആൺമക്കളും ഇത് കേൾക്കണം. നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ മുത്താണ് ഇസ്ലാം. ഇത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കിഴക്കൻ രാജ്യങ്ങൾ ഇസ്ലാമിൽ അകലുകയാണ്. ഇസ്ലാം പാകിസ്ഥാനിലും ഇന്ത്യയിലും മലേഷ്യയിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും UAE-യിലും ഖത്തറിലും സൗദിയിലും കുവൈറ്റ് ബഹ്റൈൻ ഇവിടെയൊന്നും ഇസ്ലാമിന്റെ തനതായ നിറം നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നില്ല. ഇസ്ലാമിന്റെ വില നമുക്ക് മനസ്സിലായില്ല. ഇസ്ലാം മനസ്സിലാക്കുന്നത് കനേഡിയക്കാർ, ബ്രിട്ടീഷുകാർ, അമേരിക്കൻസ്, യൂറോപ്യൻ നാടുകളിലുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കുന്നില്ലേ? ബ്രിട്ടീഷുകാർ BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, അവർ തന്നെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. British women converting to Islam, British girls converting to Islam. ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികൾ ഇവിടുന്ന് പോയി ഇന്ത്യക്കാരായി പോയി പാസ്പോർട്ട് വാങ്ങിയവരല്ല, അവിടുത്തെ നാറ്റീവ്സ്. ആ പെൺകുട്ടികൾ പറയാൻ ഞങ്ങൾക്ക് പർദ്ദ ധരിക്കണം. ക്ലബ്ബുകളും ഹബ്ബുകളും എല്ലാം ഇഷ്ടം പോലെ ആഭാസങ്ങൾ ചെയ്ത് ജീവിച്ച പെൺമക്കൾ പറയാൻ ഇത് പൈശാചികതയാണെന്ന് തിരിച്ചറിഞ്ഞു. കള്ളും പെണ്ണും തോന്നിവാസവും വ്യഭിചാരവും എല്ലാം ചെയ്തിട്ട് പിശാചിനെ പോലെ അല്ലാതെ ഒരു മനുഷ്യനാവാൻ സാധിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് ഹിജാബ് ധരിക്കുന്ന ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികളുടെ കഥ നമ്മുടെ പെൺമക്കൾ കാണണം. ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്ക്. ബ്രിട്ടീഷ് വിമൻ കൺവേർട്ടിംഗ് ടു ഇസ്ലാം. വേറെ കനേഡിയക്കാരുടെ ഡോക്യുമെന്ററി കാണാൻ പറ്റും. മം ഐ ആം എ മുസ്ലിം. പെൺകുട്ടികൾ പറയാ ഞാൻ മുസ്ലിം ആവുകയാണ്. നമ്മൾ പറയില്ലേ പർദ്ദ ധരിച്ചപ്പോ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന്? അവര് പറയാ പർദ്ദ ധരിച്ചപ്പോ ഞങ്ങൾക്ക് അഭിമാനം തിരിച്ചു കിട്ടി എന്ന്. വിക്ടോറിയ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വിക്ടോറിയ ഓഫ് ഇസ്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്, കാണാൻ പറ്റും അവരുടെ വീഡിയോ. മുസ്ലിമായിട്ട് ഹിജാബ് ധരിച്ചിട്ട് അന്തസ്സിൽ പറയാൻ ഐ ആം പ്രൗഡ് ടു ബി മുസ്ലിം. അവൾ പറയാൻ അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് എനിക്ക് മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചത് എന്ന്. ഇതൊക്കെ ലോകത്തെ തോന്നിവാസങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന സമൂഹം അല്ലേ? നമ്മുടെ നാടുകളൊക്കെ അത്രക്കെന്ന് പറയാനായോ? ഇല്ല. എന്നിട്ട് നമുക്കതിന്റെ വില മനസ്സിലായില്ല. മരുഭൂമിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികൊളുത്തി വെച്ച മഹാദീപം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രഭ കിഴക്കൻ രാജ്യങ്ങളിൽ അണഞ്ഞുകൊണ്ടിരിക്കുമ്പോ പടിഞ്ഞാറതിനെ ഏറ്റെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രശോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
जहां में अहले ईमान सूरते खुर्शीद जीते हैं, जहां में अहले ईमान सूरते खुर्शीद जीते हैं, इधर डूबे उधर निकले, उधर डूबे इधर निकले। इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे। इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे। जहां में अहले ईमान सूरते खुर्शीद जीते हैं, ലോകത്തെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് സൂറത്തെ ഖുർഷീദ്. ഖുർഷീദ് എന്ന് ഉറുദുവിൽ പറഞ്ഞാൽ സൂരജ്, സൂര്യനെ പോലെയാണ്. ഇധർ ഡൂബേ ഉധർ നിക്കലെ, ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും. ഉധർ ഡൂബേ ഇധർ നിക്കലെ, അവിടെ അസ്തമിച്ചാൽ അത് ഇവിടെ ഉദിക്കും. ഒരിക്കലും അസ്തമിക്കാത്ത രീതിയിൽ അല്ലാഹു ഇസ്ലാമിനെ സംവിധാനിച്ചത് അങ്ങനെയാണ്. മുസ്ലിമീങ്ങളെ കണ്ടിട്ടായിരുന്നു ഇസ്ലാമിന്റെ നിലനിൽപ്പെങ്കിൽ ഇസ്ലാം എന്നോ മരിച്ചുപോയേ എന്ന് ചരിത്ര പണ്ഡിതന്മാർ. മുസ്ലിമീങ്ങളെ കണ്ടിട്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത്. ഇസ്ലാം നിലനിൽക്കുന്നത് ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ലോകത്ത് മനുഷ്യൻ ഉത്ഭവിച്ചയിടം മുതൽ ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന കാലം മുതൽ ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്നാണോ സ്രഷ്ടാവായ അല്ലാഹു തീരുമാനിച്ചത്, ആ രീതിയിൽ ജീവിക്കാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ച അല്ലാഹു, വേദഗ്രന്ഥങ്ങൾ ഇറക്കി തന്ന അല്ലാഹു, ആ റബ്ബിന്റെ വിശുദ്ധ വചനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം ലോകത്തും തുടച്ചു മാറ്റപ്പെട്ടു പോയേനെ. അല്ലാഹു നമ്മളെ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നിലനിർത്തുന്നത്. നമ്മുടെ ആരുടെയും ആരാധനയും അല്ലാഹുവിന് ആവശ്യമില്ല. തആല അൻഹു ഉലുവൻ കബീറാ ഹുവൽ ഗനിയുൽ ഹമീദ്. അവനിതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആർക്കാ പിന്നെ ആവശ്യം? നിനക്ക്. നീ ഇവിടെ വന്നവനാണ്, സ്വന്തമായിട്ട് വന്നതാണോ? അല്ല, ആരോ നിന്നെ വരുത്തിയതാണ്. നിനക്കിവിടെ ജന്മം ലഭിച്ചു. നിനക്ക് ജന്മം ലഭിക്കുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരേക കോശമായിരുന്ന നിന്നെ 2000 കോടി കോശങ്ങളുള്ള കുഞ്ഞായി വയറ്റിനുള്ളിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എങ്ങനെ കുടിക്കണമെന്ന് പിഞ്ചു കുഞ്ഞിനറിയാമായിരുന്നില്ലെങ്കിൽ നീയൊന്നും ഇവിടെ ജീവിക്കുമായിരുന്നില്ല. وما خلق الذكر والأنثى إن سعيكم لشتى ونفس وما سواها فألهمها فجورها وتقواها ونفس وما سواها. ശരീരങ്ങൾക്ക് വേണ്ടതെല്ലാം കൃത്യമായ പ്രപോർഷനിൽ നൽകിയ അല്ലാഹുവേ, നീ പരിശുദ്ധനാണല്ലോ. വശംസി വളുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം. വളുഹാഹ, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹ, സൂര്യന്റെ പ്രഭയെ, സൂര്യനോട് തുടർന്ന് വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ, ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹ, വെളിച്ചത്തെ മൂടിവെക്കുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. വൽ അർള വസ്സമാഇ വമാ ബനാഹാ, മനുഷ്യന്റെ കണ്ണെത്താ ദൂരത്തെ ഉന്നതങ്ങളിൽ നക്ഷത്രത്തെയും അമ്പിളിമാമനെയും കോടാനുകോടി ഗാലക്സികളെയും സംവിധാനിച്ച ആകാശത്തെ പടച്ചവനെ തന്നെയാണ്